എക്സൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സാധാരണ ഈ ഒരു സീരിയൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 1, 2 ടൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് മൗസ് താഴേക്ക് വലിച്ചാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു കുറച്ച് നമ്പേഴ്സൊക്കെ ഉള്ളത് നമുക്ക് അത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു 1000 10,000 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് ടൈം കൺസ്യൂമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെ കാണിച്ചു തരാം. നമ്പേഴ്സ് സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ 1 ടൈപ്പ് ചെയ്തു, പിന്നെ 2 ടൈപ്പ് ചെയ്തു. എന്നിട്ട് നേരെ ആ ഒരു കോളം ഫുള്ളായിട്ട് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 സെല്ലും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. അതായത് ഈ ഇപ്പോൾ ആദ്യത്തെ നമ്പർ 1 ടൈപ്പ് ചെയ്തതും ഈ 2 കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു പ്ലസ് സിമ്പിളായിട്ട് മാറും. നേരെ അത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഏതൊരു വേണോ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 10, 50, 100 ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു 1000, 10,000 ഒക്കെ ഒരുമിച്ച് ഇതുപോലെ കൊടുക്കണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതുപോലെ മൗസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്കത് ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു 1000 നമ്പേഴ്സ് താഴേക്ക് കൊടുക്കണം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കാണിച്ചു തരാം. ആദ്യം നമ്മളിപ്പോൾ 1 മാത്രം അവിടെ ടൈപ്പ് ചെയ്തു. അവിടെ 1 മാത്രം ടൈപ്പ് ചെയ്തു. ഇനി കീബോർഡിനകത്തൊരു ഷോർട്ട് കട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കീബോർഡിലെ ഓൾട്ട് പ്രസ് ചെയ്യുക, HFIS എന്ന് കൊടുക്കുക. ഓൾട്ട് HFIS എന്ന് കൊടുക്കുമ്പോൾ സമയത്ത് നമുക്കത് ഇതുപോലെ വരും. ഇവിടെ നമുക്ക് റോസ് മാറ്റി കോളം എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റെപ്പ് വാല്യൂ 1 കൊടുക്കുക. സ്റ്റോപ്പ് വാല്യൂ എന്ന് പറയുന്നിടത്ത് ഞാൻ ഇവിടെ നമുക്ക് ഏതൊരു വേണം, ഇപ്പോൾ ഒരു 1000 കൊടുക്കുകയാണ്. 1000 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്ന സമയത്ത് കണ്ടോ, നേരെ താഴേക്ക് 1000 വരെയുള്ള നമ്പേഴ്സ് അവിടെ ജസ്റ്റ് ഒറ്റയടിക്ക് നമുക്ക് ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്നതാണ്.